കൊല്ലം കൊട്ടിയത്ത് ദേശീയപാതയിൽ അപകടം. ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ഉയരപാത, അവിടെ ഒരു വലിയ ഗർത്തമുണ്ടാവുകയും മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് ഇറങ്ങുകയുമാണ് ഉണ്ടായത്. അങ്ങനെ അപ്രോച്ച് റോഡ് പാളിയായി തെന്നി ചിതറിപ്പോയി. ആ സമയത്ത് അതിലൂടെ വന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. പെട്ടെന്ന് വാഹനങ്ങൾ നിർത്തി. കുട്ടികളെയും ഫ്രണ്ടിലുണ്ടായിരുന്ന കാറുകളെയും ഒക്കെ യാത്രക്കാർ വേഗത്തിൽ തന്നെ പുറത്തിറങ്ങി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി. ഇപ്പോൾ ഈ ബ്ലോക്കുകൾ, സിമെൻറ്റ് ബ്ലോക്കുകളിലാണ് മണ്ണുയർത്തി നിർത്തിയിരിക്കുന്നത്. ആ ബ്ലോക്കുകൾ എപ്പോൾ വേണമെങ്കിലും വീഴാം എന്നൊരവസ്ഥയിലാണ്. ദയവായി ഈ സ്ഥലത്തേക്ക് ആളുകൾ പോകാതിരിക്കുക. അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്നു. കണ്ണൻ സ്ഥലത്തെത്തിയോ? അധികൃതർ അങ്ങോട്ടേക്ക് എത്തിയോ? വേണ്ട ഒരു എന്തെങ്കിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ആളുകൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കാനും ഒരു മുന്നറിയിപ്പ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയോ അവിടെ? ഡിവിഷൻ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. ദേശീയപാതയിൽ ആകെ മാനം ഇപ്പോൾ ഗതാഗതക്കുരുക്കായിട്ടുണ്ട് ഈ അപകടം കാരണം. അത് ആ പ്രദേശത്തേക്ക് ആൾക്കാർ പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഈ സൈഡ് വാളിന്റെ അടിവശം ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആ ഗർത്തത്തിലൂടെ താഴേക്ക് സൈഡ് വാൾ നേരെ പതിക്കാനുള്ള വലിയ കോൺക്രീറ്റ് പാളികൾ പതിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവിടേക്ക് ആരും പോകരുത് എന്നുള്ള നിർദ്ദേശം ഈ നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും അടക്കമുള്ള ആൾക്കാർ നൽകുന്നുണ്ട്. ഈ പ്രദേശത്ത് ചാത്തന്നൂരും തിരുമുക്കിലും അതുപോലെ തന്നെ കൊട്ടിയത്തും ഒക്കെ തന്നെ പല സമയങ്ങളിലും ഈ ജനങ്ങൾ വലിയ രീതിയിൽ സമരം ചെയ്തിട്ടുള്ളതാണ്. നിർമ്മാണത്തിൽ അപാകത ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ആ സ്ഥലത്തിന് സമീപത്ത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയ അപകടമാണ് ഉണ്ടായത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ആ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ആ റോഡ് പൂർണ്ണമായും, അപ്രോച്ച് റോഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ടത്, സ്കൂൾ കുട്ടികളുമായി പോയ വാഹനം, ആ വാഹനം അപകടത്തിൽപ്പെടാതെ പോയത്, ആ കുട്ടികളെ എടുത്ത് പുറത്തേക്ക് മാറ്റാൻ സാധിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. ഇപ്പോൾ പ്രദേശം ഒരു അപകടാവസ്ഥയിൽ, വലിയൊരു അപകടാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. കൊല്ലത്തെ കൊട്ടിയത്താണ് അപകടകരമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വാഹനങ്ങൾ, അതായത് ഒരു സ്കൂൾ ബസ്, തൊട്ടു മുമ്പിൽ 2 കാറുകൾ, അങ്ങനെ 3 വാഹനങ്ങളാണ് ഈ അപകട സമയത്ത് ആ റോഡിൽ ഉണ്ടായിരുന്നത്. ഈ സിമെൻറ്റ് ബ്ലോക്കുകൾ അത് തെന്നി മാറാതിരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയൊരു ദുരിതം ഒഴിവായി എന്നതാണ് സത്യം. മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ ശക്തിയിൽ സിമെൻറ്റ് ബ്ലോക്കുകളും വളഞ്ഞ് നിൽക്കുന്നുവെങ്കിലും അത് താഴേക്ക് വീഴുന്നില്ല. ആ ഒരു ഇഫക്റ്റിലാണ് റോഡ് തെന്നിമാറി, ടാർ ചെയ്ത ഭാഗങ്ങൾ തെന്നിമാറി ഒരു ഭൂചലനമൊക്കെ ഉണ്ടായതുപോലുള്ള രൂപത്തിലൊരു വളവ് അവിടെ രൂപപ്പെട്ടു. ഈ സമയം ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഒരു സ്കൂൾ ബസ്, 2 കാറുകൾ എന്നിവയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ ആളുകൾ പെട്ടെന്ന് ഇറങ്ങി സുരക്ഷിതരായിട്ട് അവർക്ക് മാറാൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസമാണ്. പക്ഷേ കണ്ണനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അപകടത്തോടുകൂടി വലിയ അളവിൽ ഗതാഗത തടസ്സം ആ മേഖലയിലാകെ ഉണ്ടായിട്ടുണ്ട്. ദയവായി പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. കൊല്ലം കൊട്ടിയത്താണ് ഈ അപകടം. ആ വഴി കടന്നു പോകുന്നവർ മറ്റ് സമാന്തര പാതകൾ ശ്രദ്ധിക്കുക. NHന്റെ അണ്ടർപാസിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കൊല്ലം കൊട്ടിയത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കണ്ണൻ, അധികൃതരാരെങ്കിലും, ദേശീയപാത അതോറിറ്റിയുടെ ആരെങ്കിലുമോ അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധി ആരെങ്കിലും സ്ഥലത്തെത്തിയിട്ടുണ്ടോ? ഈ പ്രദേശത്ത് ദേശീയപാത അതോറിറ്റിയുടെ ആൾക്കാരും തന്നെ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. അവർ അവരുടെ ഓഫീസ് മറ്റു കാര്യങ്ങളോ നമ്മുടെ ഈ അപകടം നടന്ന പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. അവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആൾക്കാർ, അതായത് പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ള ആൾക്കാർ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് എത്തിച്ചു തന്നെ ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ജനങ്ങളെ നിയന്ത്രിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കൊട്ടിയം CI പ്രദീപിന്റെ, അതുപോലെ തന്നെ SCP അലക്സാണ്ടർ തകശിന്റെ നേതൃത്വത്തിലുള്ള സംഘം, പോലീസ് സംഘം ഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു കാരണവശാലും ആരും അവിടേക്ക് പോകരുത്, ഒരു കാരണവശാലും ജനങ്ങൾ അവിടേക്ക് പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. അത് വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണ്. ഒരു കാരണവശാലും ജനങ്ങൾ അതുവഴി സഞ്ചരിക്കാനുള്ള ഒരു ശ്രമം നടത്തരുത്. ദേശീയപാതയിലുള്ള ഇപ്പോൾ നിലവിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാകാം. അത് താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഇത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഇപ്പോൾ 4 വാഹനങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്കൂൾ ബസ്, 2 കാറുകൾ അടക്കമുള്ള വേഗത്തിൽ തിരികെ വരാം.